ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024-ലെ ഇന്ത്യ എന്ന ടോപ്പിക്കിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ പോയിന്റ്സ് എല്ലാം 2025 ജനുവരി മാസത്തിലെ PSC ബുള്ളറ്റിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇതിൽ ആദ്യത്തെ 50 പോയിന്റ്സ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കിയുള്ള പോയിന്റ്സ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പാക്കുന്ന സ്വദേശി ദർശൻ 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്തത്. ഉത്തരം കുമരകം, ബേപ്പൂർ. കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പാക്കുന്ന സ്വദേശി ദർശൻ 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്തത്. ഉത്തരം കുമരകം, ബേപ്പൂർ. രാജ്യത്തേതെങ്കിലും ഒരിടത്ത് കുറ്റകൃത്യം നടത്തി മറുനാട്ടിലേക്ക് കടക്കുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനം. ഉത്തരം നഫിസ്. രാജ്യത്തേതെങ്കിലും ഒരിടത്ത് കുറ്റകൃത്യം നടത്തി മറുനാട്ടിലേക്ക് കടക്കുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനം. ഉത്തരം നഫിസ്. ദേശീയ അന്വേഷണ ഏജൻസിയായ NIA-യുടെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത്. ഉത്തരം സദാനന്ദ് വസന്ത് ദാത്തെ. ദേശീയ അന്വേഷണ ഏജൻസിയായ NIA-യുടെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത്. ഉത്തരം സദാനന്ദ് വസന്ത് ദാത്തെ. 16-ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആര്? ഉത്തരം അരവിന്ദ് പനഗരിയ. 16-ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആര്? ഉത്തരം അരവിന്ദ് പനഗരിയ. ഇറാസ്മസ് പ്രൈസ് ലഭിച്ച പ്രശസ്ത ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ. ഉത്തരം അമിതാവ് ഘോഷ്. ഇറാസ്മസ് പ്രൈസ് ലഭിച്ച പ്രശസ്ത ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ. ഉത്തരം അമിതാവ് ഘോഷ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി. ഉത്തരം AS രാജീവ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി. ഉത്തരം AS രാജീവ്. MS സ്വാമിനാഥൻ പുരസ്കാരം നേടിയത്. ഉത്തരം പ്രൊഫസർ BR കമ്പോജ്. MS സ്വാമിനാഥൻ പുരസ്കാരം നേടിയത്. ഉത്തരം പ്രൊഫസർ BR കമ്പോജ്. പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ 2024-ൽ എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? ഉത്തരം വൃന്ദാവൻ. പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ 2024-ൽ എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? ഉത്തരം വൃന്ദാവൻ. ഭരണഘടനാ ശില്പി BR അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് എവിടെ? ഉത്തരം വിജയവാഡ. ഭരണഘടനാ ശില്പി BR അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് എവിടെ? ഉത്തരം വിജയവാഡ. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം. ഉത്തരം അടൽ സേതു. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം. ഉത്തരം അടൽ സേതു. ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക്. ഉത്തരം പെഞ്ച് ടൈഗർ റിസർവ്. ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക്. ഉത്തരം പെഞ്ച് ടൈഗർ റിസർവ്. 2023-ലെ സ്വച്ഛ് സർവേഷൻ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഉത്തരം സൂറത്ത്, ഇൻഡോർ. 2023-ലെ സ്വച്ഛ് സർവേഷൻ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഉത്തരം സൂറത്ത്, ഇൻഡോർ. റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിച്ച ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥ. ഉത്തരം ശ്വേത K സുഗതൻ. റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിച്ച ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥ. ഉത്തരം ശ്വേത K സുഗതൻ. ഇന്ത്യയിലെ ആദ്യ AI നഗരം നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം
ലക്നൗ. ഇന്ത്യയിലെ ആദ്യ AI നഗരം നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം ലക്നൗ. 2024 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം. ഉത്തരം സുപ്രീം കോടതി. 2024 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം. ഉത്തരം സുപ്രീം കോടതി. തമിഴ്നാട്ടിൽ നിലവിൽ വന്ന പുതിയ വന്യജീവി സങ്കേതം. ഉത്തരം തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. തമിഴ്നാട്ടിൽ നിലവിൽ വന്ന പുതിയ വന്യജീവി സങ്കേതം. ഉത്തരം തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത്. ഉത്തരം പാറ്റ്ന. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത്. ഉത്തരം പാറ്റ്ന. 2024 ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം. ഉത്തരം ഉത്തരാഖണ്ഡ്. 2024 ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം. ഉത്തരം ഉത്തരാഖണ്ഡ്. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPI അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രം. ഉത്തരം ഈഫിൾ ടവർ. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPI അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രം. ഉത്തരം ഈഫിൾ ടവർ. ലോകത്തെ ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള 6ാമത്തെയും ഇന്ത്യയിലെ 1ാമത്തെയും നഗരം. ഉത്തരം ബംഗളൂരു. ലോകത്തെ ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള 6ാമത്തെയും ഇന്ത്യയിലെ 1ാമത്തെയും നഗരം. ഉത്തരം ബംഗളൂരു. അന്തരിച്ച ഷാഹുൽ ഹമീദ്, ബംബ ബാക്കിയ എന്നീ ഗായകരുടെ ശബ്ദം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ച സംഗീതജ്ഞൻ. ഉത്തരം AR റഹ്മാൻ. അന്തരിച്ച ഷാഹുൽ ഹമീദ്, ബംബ ബാക്കിയ എന്നീ ഗായകരുടെ ശബ്ദം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ച സംഗീതജ്ഞൻ. ഉത്തരം AR റഹ്മാൻ. 2024 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ നാണയം. ഉത്തരം 75 രൂപ നാണയം. 2024 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ നാണയം. ഉത്തരം 75 രൂപ നാണയം. കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയത്. ഉത്തരം പ്രീതി രജക്. കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയത്. ഉത്തരം പ്രീതി രജക്. ബഹിരാകാശ യാത്രികർക്കായുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത്. ഉത്തരം നവി മുംബൈ. ബഹിരാകാശ യാത്രികർക്കായുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത്. ഉത്തരം നവി മുംബൈ. 2024 ഭാരതരത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ചവർ. ഉത്തരം PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ, കർപ്പൂരി താക്കൂർ. 2024 ഭാരതരത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ചവർ. ഉത്തരം PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ, കർപ്പൂരി താക്കൂർ. 2024 കലാപത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഹെയ്തിയിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കാനുള്ള രക്ഷാദൗത്യം. ഉത്തരം ഓപ്പറേഷൻ ഇന്ദ്രാവതി. 2024 കലാപത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഹെയ്തിയിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുവാനുള്ള രക്ഷാദൗത്യം. ഉത്തരം ഓപ്പറേഷൻ ഇന്ദ്രാവതി. പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ ആനപ്പാപ്പാനായ ആസാം സ്വദേശിനി. ഉത്തരം പാർബതി ബർവ. പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ ആനപ്പാപ്പാനായ ആസാം സ്വദേശിനി. ഉത്തരം പാർബതി ബർവ. ഇന്ത്യൻ വ്യോമസേനയുടെ
സൈനിക അഭ്യാസമായ വായുശക്തി നടന്നത് എവിടെ വെച്ചാണ്? ഉത്തരം പൊക്രാൻ. ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായ വായുശക്തി നടന്നത് എവിടെ വെച്ചാണ്? ഉത്തരം പൊക്രാൻ. ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കം അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്പറേഷൻ സർവശക്തി. ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കം അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്പറേഷൻ സർവശക്തി. ഇന്ത്യൻ കരസേനയും വ്യോമസേനയുമായി നടത്തുന്ന സൈനിക അഭ്യാസം? ഉത്തരം ഡെവിൾ സ്ട്രൈക്ക്. ഇന്ത്യൻ കരസേനയും വ്യോമസേനയുമായി നടത്തുന്ന സൈനിക അഭ്യാസം? ഉത്തരം ഡെവിൾ സ്ട്രൈക്ക്. 2024 ജനുവരിയിൽ രാജസ്ഥാനിൽ നടന്ന ഇന്ത്യ UAE സംയുക്ത സൈനിക അഭ്യാസം അറിയപ്പെടുന്നത്? ഉത്തരം ഡെസേർട്ട് സൈക്ലോൺ. 2024 ജനുവരിയിൽ രാജസ്ഥാനിൽ നടന്ന ഇന്ത്യ UAE സംയുക്ത സൈനിക അഭ്യാസം അറിയപ്പെടുന്നത്? ഉത്തരം ഡെസേർട്ട് സൈക്ലോൺ. തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, നെബുലകൾ, പൾസാറുകൾ തുടങ്ങിയവയുടെ പഠനത്തിനായി 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ദൗത്യം? ഉത്തരം എക്സ്പോസാറ്റ്. തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, നെബുലകൾ, പൾസാറുകൾ തുടങ്ങിയവയുടെ പഠനത്തിനായി 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ദൗത്യം? ഉത്തരം എക്സ്പോസാറ്റ്. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനായുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം? ഉത്തരം എക്സ്പോസാറ്റ്. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനായുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം? ഉത്തരം എക്സ്പോസാറ്റ്. 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥാ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹം? ഉത്തരം ഇൻസാറ്റ് 3DS. 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥാ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹം? ഉത്തരം ഇൻസാറ്റ് 3DS. ISRO വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോം? ഉത്തരം POEM-3. ISRO വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോം? ഉത്തരം POEM-3. തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയത്? ഉത്തരം നിർമ്മല സീതാരാമൻ. തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയത്? ഉത്തരം നിർമ്മല സീതാരാമൻ. ചെക്കോവ് ആൻഡ് ഹിസ് ബോയ്സ് എന്ന ചെറുകഥാ സമാഹാരത്തിന്റെ രചയിതാവായ ബംഗാൾ ഗവർണർ? ഉത്തരം CV ആനന്ദബോസ്. ചെക്കോവ് ആൻഡ് ഹിസ് ബോയ്സ് എന്ന ചെറുകഥാ സമാഹാരത്തിന്റെ രചയിതാവായ ബംഗാൾ ഗവർണർ? ഉത്തരം CV ആനന്ദബോസ്. മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ? ഉത്തരം പവൻ ധവലൂരി. മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ? ഉത്തരം പവൻ ധവലൂരി. അപരിചിതരായ സ്ത്രീകളെ മദ്യപിച്ചോ അല്ലാതെയോ ഡാർലിംഗ് എന്ന് വിളിക്കുന്നത് ലൈംഗിക അതിക്രമമായി കണക്കാക്കാം എന്ന് വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതി? ഉത്തരം കൽക്കട്ട ഹൈക്കോടതി. അപരിചിതരായ സ്ത്രീകളെ മദ്യപിച്ചോ അല്ലാതെയോ ഡാർലിംഗ് എന്ന് വിളിക്കുന്നത് ലൈംഗികാതിക്രമമായി കണക്കാക്കാം എന്ന് വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതി? ഉത്തരം കൽക്കട്ട ഹൈക്കോടതി. ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അംഗീകരിച്ച പേര്? ഉത്തരം ശിവശക്തി പോയിന്റ്. ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അംഗീകരിച്ച പേര്? ഉത്തരം ശിവശക്തി പോയിന്റ്. കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് യൂണിവേഴ്സിറ്റി നൽകുന്ന ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം നേടിയത്? ഉത്തരം ബിൽ ഗേറ്റ്സ്.
കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് യൂണിവേഴ്സിറ്റി നൽകുന്ന ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം നേടിയത്? ഉത്തരം ബിൽ ഗേറ്റ്സ്. 10 ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ച ജാംനഗർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഗുജറാത്ത്. 10 ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ച ജാംനഗർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഗുജറാത്ത്. 2022 നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി സർവേ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികൾ ഉള്ള സംസ്ഥാനം? ഉത്തരം മധ്യപ്രദേശ്. 2022 നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി സർവേ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികൾ ഉള്ള സംസ്ഥാനം? ഉത്തരം മധ്യപ്രദേശ്. ഭൂട്ടാന്റെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് ദി ഡ്രൂക്ക് ഗ്യാൽപയ്ക്ക് അർഹനായത്? ഉത്തരം നരേന്ദ്രമോദി. ഭൂട്ടാന്റെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് ദി ഡ്രൂക്ക് ഗ്യാൽപയ്ക്ക് അർഹനായത്? ഉത്തരം നരേന്ദ്രമോദി. 2024 മാർച്ചിൽ ചിപ്കോ പ്രസ്ഥാനത്തിന്റെ എത്രാമത്തെ വാർഷികമാണ് ആചരിക്കുന്നത്? ഉത്തരം 50ാമത്. 2024 മാർച്ചിൽ ചിപ്കോ പ്രസ്ഥാനത്തിന്റെ എത്രാമത്തെ വാർഷികമാണ് ആചരിക്കുന്നത്? ഉത്തരം 50ാമത്. ഭരണത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യ മുഖ്യമന്ത്രി? ഉത്തരം അരവിന്ദ് കെജ്രിവാൾ. ഭരണത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യ മുഖ്യമന്ത്രി? ഉത്തരം അരവിന്ദ് കെജ്രിവാൾ. ലോകത്തിലെ ഏറ്റവും മലിനമായ മെട്രോപൊളിറ്റൻ പ്രദേശം? ഉത്തരം ബെഗുസരായി. ലോകത്തിലെ ഏറ്റവും മലിനമായ മെട്രോപൊളിറ്റൻ പ്രദേശം? ഉത്തരം ബെഗുസരായി. സൗരയൂഥത്തിലെ ചിഹ്നഗ്രഹമായ 2005 EX-296നെ ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരിലാണ് നാമകരണം ചെയ്തത്? ഉത്തരം പ്രൊഫസർ ജയന്ത് മൂർത്തി. സൗരയൂഥത്തിലെ ചിഹ്നഗ്രഹമായ 2005 EX-296നെ ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരിലാണ് നാമകരണം ചെയ്തത്? ഉത്തരം പ്രൊഫസർ ജയന്ത് മൂർത്തി. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ISRO നടത്തുന്ന യങ് സയന്റിസ്റ്റ് പ്രോഗ്രാം? ഉത്തരം യുവിക. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ISRO നടത്തുന്ന യങ് സയന്റിസ്റ്റ് പ്രോഗ്രാം? ഉത്തരം യുവിക. ഇന്ത്യയിൽ ആദ്യമായി സെപ്റ്റിക് ടാങ്ക് ക്ലീനിംഗ് റോബോട്ടിനെ വികസിപ്പിച്ചത്? ഉത്തരം IIT മദ്രാസ്. ഇന്ത്യയിൽ ആദ്യമായി സെപ്റ്റിക് ടാങ്ക് ക്ലീനിംഗ് റോബോട്ടിനെ വികസിപ്പിച്ചത്? ഉത്തരം IIT മദ്രാസ്. ഇതോടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ള പോയിന്റ്സ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ അഭിപ്രായം കൂടി കമന്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.